കണ്ണീർ പൂക്കളും ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിന് മുമ്പിൽ പൊങ്കന്താനം മുതൽ ഞാലിയാകുടി വരെ റോഡിന് ഇരുവശവും തിങ്ങി നിറഞ്ഞു നിന്നിരുന്ന ആയിരക്കണക്കിന് ആളുകൾ അർപ്പിക്കുകയുണ്ടായി. അതൊക്കെ ഈ നാട്ടിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഉമ്മൻചാണ്ടിക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടായിരുന്നു, സ്വാധീനമുണ്ടായിരുന്നു എന്നുള്ളതിന്റെ പ്രകടമായ ദൃശ്യമായിട്ടാണ് ഈ സ്മൃതി യാത്ര കടന്നുപോയ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ദീർഘമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ചാണ്ടി ഉമ്മൻ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. 18-ാം തീയതി നടക്കുന്ന ഉമ്മൻചാണ്ടി ചരമവാർഷിക ദിനാചരണ പരിപാടികളുടെ ഭാഗമായിട്ട് അദ്ദേഹം വളരെ തിരക്ക് പിടിച്ച പരിപാടികളുമായി അതിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങളുമായിട്ട് മുൻപോട്ട് പോകുമ്പോഴാണ് ഈ സ്മൃതി യാത്രയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം സമയം കണ്ടെത്തുകയും ഏതാണ്ട് 3-4 മണിക്കൂറുകളോളം പൊങ്ങന്താനം മുതൽ ഇവിടെ വരെ ഐക്യജനാധിപത്യ മുന്നണിയുടെയും കോൺഗ്രസിന്റെയും ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്ന നൂറുകണക്കിന് ജനങ്ങളുടെയും ഒക്കെ ഒപ്പം ഈ പദയാത്രയിൽ അണിനിരന്നുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഉള്ളത്. ഈ സമ്മേളനത്തിലെ മറ്റ് നേതാക്കന്മാർ UDF-ന്റെ പുതുപ്പള്ളി നിയോജക മണ്ഡലം ചെയർമാൻ ശ്രീ കുഞ്ഞു കൺവീനർ ശ്രീ കുഞ്ഞു പുതുശ്ശേരി, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ BP കുഞ്ഞൂസ്, മേലാ കോൺഗ്രസിന്റെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ശ്രീമതി ബെറ്റി ജോജോ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി ശ്രീ ഷിൻസ് പീറ്റർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ബീന കുന്നത്ത്, ശ്രീ ജെയിംസ് ജേക്കബ് വിലങ്ങൻപാറ അടക്കം നമ്മുടെ യൂത്ത് കോൺഗ്രസ് നേതാവ് ശ്രീ ഡെന്നിസ് ജോസഫും മേള കോൺഗ്രസ് നേതാക്കളായ ശ്രീമതി സിനി മാത്യുവും ശ്രീ മിനി കൊണ്ടോടിയും അടക്കം ഒട്ടേറെ നേതാക്കന്മാരൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്, ജനപ്രതിനിധികളുണ്ട്. കൂടാതെ പൊങ്ങന്താനത്ത് ഐക്യജനാധിപത്യ മുന്നണിയുടെ അഭിമാനം മാനോളം ഉയർത്തിക്കൊണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീമതി സജിനി മാത്യു പൊങ്ങന്താനം മുതൽ ഞാലിയാകുടി വരെ ഈ ജാഥയില് അണിനിരക്കുകയുണ്ടായി. എന്റെ പിതാവിന്റെ മരണശേഷം ഈ മണ്ഡലത്തിൽ കോൺഗ്രസ് പാർട്ടിയെ നയിക്കുന്ന, കോൺഗ്രസ് പാർട്ടിക്ക് ദിശാബോധവും നൽകുന്ന പ്രിയപ്പെട്ട നേതാവ് ജോഷി ഫിലിപ്പ്, പ്രിയപ്പെട്ട ജി പാറപ്പേട്ടൻ, പ്രിയപ്പെട്ട UDF-ന്റെ കൺവീനർ, ഇന്ന് നമ്മളെ സംബന്ധിച്ച് അഭിമാന ദിവസമാണ്. പൂരോപ്പുഴയിലെ പഞ്ചായത്ത് തിരിച്ചു പിടിക്കുവാൻ നേതൃത്വം കൊടുത്ത ശ്രീ കുഞ്ഞു പുതുശ്ശേരി, പ്രിയപ്പെട്ട ഷിൻസ്, പ്രിയപ്പെട്ട എല്ലാ സഹപ്രവർത്തകർ, സിനി മാത്യു, ഞാൻ എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല, കാരണം ഇത് നമ്മൾ ഒത്തിരി വൈകും, ഞാൻ പേരെടുത്ത് പറയുന്നില്ല. പ്രിയപ്പെട്ട മെമ്പർമാരെല്ലാം ആന്റി അടക്കം, പ്രിയപ്പെട്ട അടുത്ത കണ്ടില്ല ബെറ്റി ടോജ അവர்களுണ്ട്, ബീന കുന്നത്തുണ്ട്, പ്രിയപ്പെട്ട നമ്മുടെ സ്ഥാനാർത്ഥി സജിനി മാത്യു, എല്ലാവരെയും അഭിവാദ്യം ഞാൻ ചെയ്യുന്നു. പ്രിയപ്പെട്ട സണ്ണിവാസൻ ചേട്ടൻ അവിടെ നിൽക്കുകയാണ്, മാറി നിൽക്കുക, രമേശൻ ചേട്ടൻ അവിടെ നിൽക്കുകയാണ്. അതുപോലെ എല്ലാവരും മാറി നിൽക്കുന്നു, മാറി നിൽക്കേണ്ട കാര്യമില്ല, എല്ലാം അടുത്തും നിൽക്കും. ഇവിടെ വന്നിരിക്കേണ്ടവരെ ഇവിടെ വന്നിരുന്നേ എല്ലാവർക്കും അറിവ് തന്നെ അഭിവാദ്യങ്ങൾ അർപ്പിക്കും. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ നാടിനെ സംബന്ധിച്ച് അഭിമാന നിമിഷമാണ്, പ്രത്യേകിച്ച് പുതുപ്പള്ളിയിലെ കോൺഗ്രസിനെ സംബന്ധിച്ച്, പുതുപ്പള്ളിയിലെ UDF-നെ സംബന്ധിച്ച് പ്രത്യേകിച്ച് അഭിമാന ദിവസമാണ്. നിങ്ങൾക്കറിയാം, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ ഇന്ന് പൂരോപ്പുഴയിലെ ജനങ്ങൾ മാറി ചിന്തിച്ചു. അതിന്റെ ഫലമായിട്ട് പൂരോപ്പുഴയിൽ UDF-ന്റെ പഞ്ചായത്ത് പ്രസിഡന്റായി ഇന്ന് ശ്രീമതി അമ്പിളി മാത്യു തെരഞ്ഞെടുപ്പെട്ടിരിക്കുന്നു. പൂരോപ്പുഴ മാത്രമല്ല, എന്റെ തെരഞ്ഞെടുപ്പ് സമയത്ത് 8 പഞ്ചായത്തും മാറി ചിന്തിച്ചു. അതിനുശേഷം ശ്രീ ഫ്രാൻസിസ് ജോർജിനെ ജയിപ്പിക്കുവാൻ പുതുപ്പള്ളിയിലെ ജനങ്ങൾ 8 പഞ്ചായത്തിലും മാറി ചിന്തിച്ചു. അതിന്റെ ഒരു പ്രതിഫലനമാണ് ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പ്. യാതൊരു സംശയവും വേണ്ട. ഞാന് പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറഞ്ഞു, പ്രസിഡന്റ് ജയിച്ചു, നല്ല കാര്യം. പക്ഷെ ഇനി രാഷ്ട്രീയമില്ല, ഇനി കൂരോപ്പുഴയുടെ വികസനം, കൂരോപ്പുഴയുടെ മാറ്റം. നിങ്ങൾക്കറിയാം, ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ കൂരോപ്പുഴയിൽ ഒരു സ്പോർട്സ് ടർഫ് വന്നിരിക്കുകയാണ്. 18-ാം തീയതി ആദരണീയനായ കേരളത്തിന്റെ ഗവർണർ ഉദ്ഘാടനം ചെയ്യുന്ന